Good morning, dear students. So we are continuing with our discussion on trial balance. So in previous class, we've seen how to identify debit items and credit items and how to prepare a trial balance. So in today's class, we are going to discuss in detail about some other aspects, some items wherein we should be focusing a bit more to identify whether it is debit or credit. Okay, so let's move on to what we've been discussing towards the end of last class, that is interest on investment. You know, investment is an asset, then again deposit is an asset. ഇൻവെസ്റ്റ്മെൻറ്റും ഡിപ്പോസിറ്റും ഒക്കെ അസറ്റാണ് ആൻഡ് ദീസ് അസറ്റ്സ് ഹവ് ഗോട്ട് ഇൻകം ജനറേറ്റിംഗ് കപ്പാസിറ്റി. സോ ഔട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വി ഗെറ്റ് ഇൻട്രസ്റ്റ് and out of deposit we get interest, and that interest on deposit and investment amounts to income. So these two, 1000 and 1200, are income, and that's why they have got a credit balance. Okay, so interest on deposit and interest on investment denotes income, and that's why they've got credit balance. So similarly, interest on loan and interest on OD, you know that loan is a liability, it is a credit balance. Then OD, overdraft, again is a liability, അതും ഒരു ക്രെഡിറ്റ് ബാലൻസ് ആണ്. പക്ഷേ ഈ ലോണും ഓവർഡ്രാഫ്റ്റും ഉള്ളപ്പോൾ ബിസിനസ് ഹാവ് ടു പേ ഇൻട്രസ്റ്റ് ഓഫ് ലോൺ, ബിസിനസ് ഹാവ് ടു പേ ഇൻട്രസ്റ്റ് ഓൺ OD. ODയുടെ മേലും ലോണിൻ്റെ മേലും ഉള്ള ഇൻട്രസ്റ്റ് ബിസിനസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ രണ്ട് ഇൻട്രസ്റ്റും ബിസിനസ്സിനെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ആയതുകൊണ്ടാണ് അത് രണ്ടും ഡെബിറ്റ് ആവുക. ഈ 2000ഉം 800ഉം ഡിനോട്ട് ചെയ്യുന്നത് എക്സ്പെൻസ് ബൈ വേ ഓഫ് ലോൺ ടേക്കൺ, എക്സ്പെൻസ് ബൈ വേ ഓഫ് ഓവർഡ്രാഫ്റ്റ് അവൈൽഡ്, വിച്ച് ഈസ് ടു ബി പെയ്ഡ് ബൈ ദ ബിസിനസ് ടു ദ ബാങ്ക്, ആൻഡ് ദാറ്റ്സ് വൈ ദേ ഡിനോട്ട് ആൻ എക്സ്പെൻസ്. 2000ഉം 800ഉം എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ അത് ഡെബിറ്റ് ബാലൻസുമാണ്. ഓക്കെ, ഇനി ബാഡ് ഡെറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് പറഞ്ഞതാണ്, ഫിക്സേഴ്സ് ആൻഡ് ഫിറ്റിങ്സ് ഒക്കെ പറഞ്ഞാണ്. ഇതെല്ലാം ബാഡ് ഡെറ്റ്സ് എക്സ്പെൻസ് ആയതുകൊണ്ടും ബാക്കി രണ്ടും അസെറ്റ് ആയതുകൊണ്ടും അത് ഡെബിറ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി വി വിൽ മൂവ് ഓൺ ടു സം പോയിൻറ്റ്സ് വിച്ച് ആർ ടു ബി റിമെമ്പേർഡ് വൈൽ പ്രിപ്പയറിംഗ് എ ട്രയൽ ബാലൻസ്. അതിലെ ആദ്യത്തേതാണ് റിട്ടേൺസ്. റിട്ടേൺസ് എന്ന് പറയുന്നത് റിട്ടേൺസ് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റിട്ടേൺസ് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ വി ഹാവ് ടു ട്രീറ്റ് ഇറ്റ് ആസ് റിട്ടേൺസ് ഇൻവേർഡ്സ്. ഐ ഹോപ്പ് യു റിമെമ്പർ വാട്ട് ഈസ് റിട്ടേൺസ് ഇൻവേർഡ്സ്. റിട്ടേൺസ് ഇൻവേർഡ്സ് എന്ന് പറയുന്നത് സെയിൽസ് റിട്ടേൺസ് ആണെന്ന് നമുക്കറിയാം. ഇപ്പോൾ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ റിട്ടേൺസ് ഇൻവേർഡ്സും ഉണ്ട്, റിട്ടേൺസ് ഔട്ട്വേർഡ്സും ഉണ്ട്. റിട്ടേൺസ് ഇൻക്ലൂഡ് ബോത്ത് റിട്ടേൺസ് ഇൻവേർഡ്സ് ആൻഡ് റിട്ടേൺസ് ഔട്ട്വേർഡ്സ്. റിട്ടേൺസ് ഇൻവേർഡ്സ് എന്ന് പറഞ്ഞാൽ കൊടുത്തത് തിരിച്ചു വരികയാണ് ചെയ്യുക, അതായത് സെയിൽ നടത്തിയത് തിരിച്ചു വരുന്നതാണ് റിട്ടേൺസ് ഇൻവേർഡ്സ്. നമ്മൾ കൊടുത്തു, സെയിൽസ് നടത്തി, അത് തിരിച്ചു വരുന്നു, അതാണ് റിട്ടേൺസ് ഇൻവേർഡ്സ് അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺസ്. നിങ്ങൾക്കറിയാം സെയിൽസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണെങ്കിൽ സെയിൽസ് റിട്ടേൺസ് എന്ന് പറയുന്നത് ഡെബിറ്റ് ആയിരിക്കും. നമ്മൾ എൻട്രി പഠിച്ചപ്പോൾ പഠിച്ചതാണ് അല്ലേ. സെയിൽസ് ഈസ് ഓൾവേസ് ക്രെഡിറ്റ് ആൻഡ് സെയിൽസ് റിട്ടേൺസ് ഈസ് ഓൾവേസ് ഡെബിറ്റ്. Similarly, purchases is always debit and purchases returns is always credit. പർച്ചേസസ് ഡെബിറ്റ് ആണെങ്കിൽ പർച്ചേസസ് റിട്ടേൺസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ്. പർച്ചേസ് ഡെബിറ്റ് ആണ്, പർച്ചേസ് റിട്ടേൺസ് ക്രെഡിറ്റ് ആണ്. പർച്ചേസ് റിട്ടേൺസിൻ്റെ മറ്റൊരു പേരാണ് റിട്ടേൺസ് ഔട്ട്വേർഡ്സ് എന്ന് പറയാം. ഓക്കെ, സോ സിംപ്ലി സ്പീക്കിംഗ്, റിട്ടേൺസ് ഇൻവേർഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ സെയിൽസ് റിട്ടേൺസ് ആണ്, സെയിൽസ് റിട്ടേൺസും റിട്ടേൺസ് ഇൻവേർഡ്സും ഡെബിറ്റ് ആണ്. റിട്ടേൺസ് ഔട്ട്വേർഡ്സ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ പർച്ചേസസ് റിട്ടേൺസ് ആണ്, പർച്ചേസസ് റിട്ടേൺസും റിട്ടേൺസ് ഔട്ട്വേർഡ്സും ക്രെഡിറ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ പറയുന്നത് റിട്ടേൺസ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂവെങ്കിൽ വി ഹാവ് ടു ട്രീറ്റ് ഇറ്റ് ആസ് റിട്ടേൺസ് ഇൻവേർഡ്സ് ഓർ സെയിൽസ് റിട്ടേൺസ് ഓർ ഡെബിറ്റ്. ഓക്കെ, ഓർ ഇൻ ദ ഡെബിറ്റ് കോളം. നൗ ഡിസ്കൗണ്ട് എന്ന് മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ യു ഹാവ് ടു ട്രീറ്റ് ഇറ്റ് ആസ് ഡിസ്കൗണ്ട് അലൗഡ്. നമുക്കറിയാം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് അലൗഡും ഡിസ്കൗണ്ട് റിസീവ്ഡും ഉണ്ട്. ഡിസ്കൗണ്ട് അലൗഡ് ഡെബിറ്റ് ആണ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്, റിസീവ് ചെയ്യുന്നതെല്ലാം ക്രെഡിറ്റ് ആണ്. ഓക്കെ, പക്ഷേ ഡിസ്കൗണ്ട് എന്ന് മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ ടേക്ക് ഇറ്റ് ആസ് ഡിസ്കൗണ്ട് അലൗഡ് ആൻഡ് ഡെബിറ്റ്. I hope it's clear. Okay, now ഇൻട്രസ്റ്റ് എന്നാണ് തന്നിരിക്കുന്നത്. ഇൻട്രസ്റ്റ് എന്ന് മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ ട്രീറ്റ് ഇറ്റ് ആസ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആൻഡ് ദെയർഫോർ ക്രെഡിറ്റ്. ഇൻട്രസ്റ്റ് എന്ന് മാത്രമാണെങ്കിൽ. കമ്മീഷൻ എന്ന് മാത്രമാണെങ്കിലും ട്രീറ്റ് ഇറ്റ് ആസ് കമ്മീഷൻ റിസീവ്ഡ് ആൻഡ് ദെയർഫോർ ക്രെഡിറ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് ക്രെഡിറ്റ് ആയിരിക്കും. കമ്മീഷൻ ആണെങ്കിൽ ക്രെഡിറ്റ് ആണ്, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാലും ക്രെഡിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രയൽ ബാലൻസിൻ്റെ താഴെ നിങ്ങൾക്ക് കാണിക്കാം ഇൻട്രസ്റ്റ് ആൻഡ് കമ്മീഷൻ ആർ ട്രീറ്റഡ് ആസ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആൻഡ് കമ്മീഷൻ റിസീവ്ഡ് ആൻഡ് ദെയർഫോർ ഇൻ ദ ക്രെഡിറ്റ് കോളം എന്ന് കാണിക്കാം.
നൗ വെരി ഇമ്പോർട്ടൻറ്റ്, ബാഡ് ഡെറ്റ് നമ്മൾ പറഞ്ഞു എക്സ്പെൻസ് ആണ്, നമുക്ക് കിട്ടും എന്ന് വിചാരിച്ചു പക്ഷേ കിട്ടില്ല, അത് എക്സ്പെൻസ് ആയതുകൊണ്ട് അത് ഡെബിറ്റ് ആണ്. പക്ഷേ അപ്പോൾ ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് എന്ന് പറയുന്നതോ, കിട്ടില്ല എന്ന് ഓർത്ത് സാധനം കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് ഇൻകം ആണ്, അതുകൊണ്ട് അത് ക്രെഡിറ്റ് ആണ്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എൻ ഇൻകം ആൻഡ് ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ക്രെഡിറ്റ്. ഓക്കെ, ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാം, കിട്ടില്ല എന്ന് വിചാരിച്ചു പക്ഷേ കിട്ടും അതുകൊണ്ട്, അല്ലെങ്കിൽ കിട്ടി ബാഡ് ഡെറ്റ്സ് റിക്കവർ ചെയ്തു അത് ഇൻകം ആണ്, അത് ക്രെഡിറ്റ് ആണ്. ബാഡ് ഡെറ്റ്സ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഭാവിയിൽ ബാഡ് ഡെറ്റ് ഉണ്ടായേക്കാം എന്ന് കരുതി അത് മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റിവെക്കുന്ന ഒരു തുകയാണ് ബാഡ് ഡെറ്റ്സ് പ്രൊവിഷൻ. സോ റിമെമ്പർ, പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ് ആർ ദ എമൗണ്ട് സെറ്റ് അപ്പാർട്ട് ഫ്രം കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റ്. And profit, as you all know, it is always credit. So whatever is the amount being set apart from the profit or out of profit, that also denotes credit. Therefore, provisions, reserves, funds എന്നൊക്കെ പറയുന്നത് അതെല്ലാം ക്രെഡിറ്റ് ബാലൻസ് ആണ്. പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാര്യത്തിന് വേണ്ടി, ഇറ്റ് ഈസ് മെൻറ്റ് ഫോർ എ പർട്ടിക്കുലർ പേർപ്പസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ബാഡ് ഡെറ്റ്സ് ഉണ്ടായാൽ മീറ്റ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ആണെങ്കിൽ അതെല്ലാം നമുക്ക് പ്രൊവിഷൻസ് എന്ന് പറയാം, ഒരു നിശ്ചിത കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു ചെറിയ തുക. റിസർവ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു വലിയ തുകയാണ്, അത് ഒരു ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് റിസർവ്സ് എന്ന് പറയുക. ഒരു ബിസിനസ്സിൻ്റെ ജനറൽ പർപ്പസിന് വേണ്ടി മീറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ജനറൽ പർപ്പസ് എന്തെങ്കിലും ഒരു കണ്ടിൻജൻസി ഉണ്ടാകുമ്പോൾ അത് മീറ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുന്ന ഒരു തുകയാണ് റിസർവ്സ്. ഈ റിസർവ്സിൽ നിന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും, അത്രയൊന്നും നിങ്ങൾ പറയേണ്ട കാര്യമില്ല, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഇഷ്യൂ ഓഫ് നമ്മൾ ഷെയറൊക്കെ, ബോണസ് ഷെയർ ഇഷ്യൂ എന്നൊക്കെ പറയുന്നതൊക്കെ അതിൽ നിന്നാണ് വരിക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ പ്രൊവിഷൻ, ഇപ്പം നിസ്സാരം പറഞ്ഞാൽ ചിന്തിക്കേണ്ടത് പ്രൊവിഷൻസും റിസർവ്സും ഫണ്ട്സും എന്നൊക്കെ പറയുന്ന ക്രെഡിറ്റ് ആണ്, കാരണം അത് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുന്നതായതുകൊണ്ട് എന്നോർക്കുക. ഇനി ഓർക്കാനുള്ള കാര്യമാണ്, വേറെ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്, പോയിന്റ്സ് ടു ബി റിമെമ്പേർഡ് അഗെയിൻ. ക്യാപിറ്റൽ നമുക്കറിയാം ലയബിലിറ്റി ആണ്, ക്രെഡിറ്റ് ആണ്. ഓക്കെ, സംശയമൊന്നുമില്ല. ഡ്രോയിങ്സ് നമുക്കറിയാം എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ആണ്. ക്യാപിറ്റൽ ഈസ് എ ലയബിലിറ്റി, ഇറ്റ് ഈസ് എ ക്രെഡിറ്റ്. ഡ്രോയിങ്സ് ഈസ് എൻ എക്സ്പെൻസ്, ഇറ്റ് ഈസ് ഡെബിറ്റ്. നൗ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? നമ്മൾ അതായിരുന്നു മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണർക്ക് കൊടുക്കേണ്ടതാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ, ഓണർ ആൻഡ് ബിസിനസ് ആർ ടു ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ്, അല്ലേ? ഓണറാണ് ഓണർക്കുള്ളതാണ് ക്യാപിറ്റൽ എന്ന് പറയുക. ഓണർ ഇൻവെസ്റ്റ് ചെയ്തതാണ് ക്യാപിറ്റൽ. സോ ഓണർക്കുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു ലയബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഓണർ തന്ന തുകയാണ്, അല്ലേ? ബിസിനസ്സിൽ ഓണർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുകയാണ് ക്യാപിറ്റൽ. അപ്പോൾ അതൊരു ചിന്തിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് എ ലോൺ വിച്ച് ഈസ് ടേക്കൻ ഫ്രം ഔട്ട്സൈഡ്, ഫ്രം സംബഡി എൽസ്, ഫ്രം എ ബാങ്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? An amount is to be given to the owner for the amount invested by him, and that is known as interest on capital. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതൊരു എക്സ്പെൻസ് ആണ്. ആർക്ക്? ബിസിനസ്സിന്. എന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിച്ചാൽ ബിസിനസ് റൺ ചെയ്യാനായിട്ട് ക്യാഷ് വേണം. അത് ഓണറിൽ നിന്നും കിട്ടുന്നതാണ് ഓണേഴ്സ് ഇക്വിറ്റി, മറ്റുള്ളവരിൽ നിന്ന് എടുക്കുന്നതാണ് ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി. സപ്ലയേഴ്സ് ആകാം, ബാങ്ക് ആകാം, അല്ലേ? അപ്പോൾ ഒരു ബാങ്കിൽ നിന്നൊരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണമെന്ന്. അത് ബിസിനസ്സിനെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ ഓണറുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ള ക്യാഷാണ് ക്യാപിറ്റൽ, അതിന് കൊടുക്കേണ്ടി വരുന്ന തുക എന്താണ്? എക്സ്പെൻസ് ആണ്. അതുകൊണ്ടാണ് അത് എന്തായി മാറുക? ഡെബിറ്റ് ഐറ്റമായി മാറുക. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് ഐറ്റം ആകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആരാണ് ഇത് എടുത്തുകൊണ്ട് പോയിരിക്കുക? ഓണറാണ് എടുത്തുകൊണ്ട് പോയിരിക്കുക. അപ്പോൾ ക്യാപിറ്റലിന് ഓണറിന് ക്യാഷ് കൊടുക്കണമെങ്കിൽ അയാൾ എടുത്തിട്ട് പോയ ഡ്രോയിങ്സ് എമൗണ്ടിന് അയാൾ ബിസിനസ്സിന് ക്യാഷ് തരണം. അതിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് വിളിക്കുക. സോ ആ രീതിയിൽ ചിന്തിച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ബിസിനസ്സിന് കിട്ടുന്ന കാര്യമായതുകൊണ്ട് നമുക്കതിനെ ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, നൗ ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, so we've been talking about interest on capital and interest on drawings. So interest on okay, sorry. We've been talking about interest on capital and interest on drawings. So interest on capital എന്ന് നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ലയബിലിറ്റി ആണ്. ആ ലയബിലിറ്റിക്ക് കൊടുക്കേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചൊരു എക്സ്പെൻസ് ആയതുകൊണ്ടാണ് അത് നമ്മൾ ഡെബിറ്റ് എന്ന് പറയാം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഓണർ എടുത്തിട്ട് പോയ തുകയാണ്, അല്ലേ? ആ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? അപ്പോൾ ഡ്രോയിങ്സ്
എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസ് ആണ്. ഡ്രോയിങ്സ് ബിസിനസ്സിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ തുകയായതുകൊണ്ട് ഒരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മളതിന് ഡെബിറ്റ് ആണ് എന്ന് പറയാനായിട്ടുള്ളൊരു കാരണം. പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലയബിലിറ്റിയുടെ മേൽ കൊടുക്കേണ്ടി വരുന്ന തുകയായതുകൊണ്ടാണ് ബിസിനസ്സിന് എക്സ്പെൻസ് ആയി മാറുക. നമ്മൾ ലോൺ എടുത്തിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നതോ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോയൊരു സംഭവത്തിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് അല്ലേ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ബിസിനസ്സിൻ്റെ സൈഡിൽ നിന്നാണ് പറയുന്നത്. ബിസിനസ്സിൽ നിന്നും ഓണർ എടുത്തുകൊണ്ട് പോയ തുകയാണ് ഡ്രോയിങ്സ്. അതുകൊണ്ട് ഡ്രോയിങ്സ് അവിടെ ഒരു എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ആയി മാറുന്നു. പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എടുത്തുകൊണ്ട് പോയ തുകയ്ക്ക് ഓണർ നൽകേണ്ടി വരുന്ന എമൗണ്ട് ആണ്. അപ്പോൾ അത് ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്, ബിസിനസ്സിന് കിട്ടുന്നതാണ് അല്ലേ. അതുകൊണ്ട് അതൊരു ഇൻകം നേച്ചറാണ് ബിസിനസ്സിനെ സംബന്ധിച്ച്. നമ്മൾ ബിസിനസ്സിൻ്റെ പെർവ്യൂലാണ് കേട്ടോ ഇതെല്ലാം പറയുക. ബിസിനസ്സിനെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഒരു ഇൻകം നേച്ചറാണ്. കാരണം ഓണർ എടുത്തുകൊണ്ട് പോയ ക്യാഷിന് ഓണർ തരുന്ന തുകയാണ്. അതുകൊണ്ടാണ് ഇത് ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുക. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇതിനകത്ത് ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിച്ചാൽ മതി. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ആണ്. ലോസ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ടെങ്കിൽ അത് ഡെബിറ്റ് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓക്കെ, പ്രോഫിറ്റ് ഈസ് ക്രെഡിറ്റ്, ലോസ് ഈസ് ഡെബിറ്റ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ഡെബിറ്റ്. സ്റ്റോക്ക് എന്ന് പറയുമ്പോഴേ അസറ്റ് ആണ്, ഡെബിറ്റ് ആണെന്ന് നമുക്കറിയാം. ഇനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്കും ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട്. സ്റ്റോക്ക് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ് ആൻഡ് സ്റ്റോക്ക് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്. നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു സ്റ്റോക്ക് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ് ഒരു അസറ്റ് ആണ്, ഡെബിറ്റ് ആണ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കും അസറ്റ് അല്ലേ ഡെബിറ്റ് അല്ലേ നമ്മൾ ചിന്തിക്കാം. പക്ഷേ ഓർക്കുക, ക്ലോസിംഗ് സ്റ്റോക്ക് ഒരിക്കലും നമ്മൾ എവിടെ തരാൻ പാടില്ല, ട്രയൽ ബാലൻസിൽ കാണിക്കാനായിട്ട് പാടില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഐറ്റം ട്രയൽ ബാലൻസിൽ ഉൾപ്പെടുത്തരുത്. ഇറ്റ് ഷുഡ് ബി ഡിനോട്ടഡ് അണ്ടർ ദ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആസ് ഓൺ എന്ന് പറഞ്ഞ് കാണിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉൾപ്പെടുത്തരുത് എന്ന് ഓർക്കുക. നോട്ട് പാർട്ട് ഓഫ് ട്രയൽ ബാലൻസ് എന്നുള്ള പ്രത്യേകം ഓർക്കുക. പക്ഷേ അതേസമയം ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് അസറ്റ് ആണ്, ഡെബിറ്റ് ആസ്പെക്റ്റ് ആണെന്നുള്ളതും ഓർക്കുക. ഓക്കെ, ഇനി പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എത്ര മിനിറ്റ് ആയെന്ന് നോക്കിയോട്ടെ. ഓക്കെ, ഇനി പറയാനുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് 4 കാര്യങ്ങളോട് നമ്മൾ പഠിക്കാനുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എൻട്രി സഹിതം അടുത്ത ചാപ്റ്ററിൽ പഠിക്കാം. പക്ഷേ ഇവിടെ നിങ്ങളൊന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കാനുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞൊരു ഐറ്റം തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്രൂഡ് എക്സ്പെൻസസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നോ എക്രൂഡ് എക്സ്പെൻസ് എന്നോ പറഞ്ഞൊരു ഐറ്റം തന്നിട്ടുണ്ടെങ്കിൽ അതെന്താ ചെയ്യുക, അതെവിടെ കാണിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അതിൻ്റെ അർത്ഥം കൊടുക്കാനുള്ള എക്സ്പെൻസ് എന്നാണ്. എക്സ്പെൻസ് എമർജ് ചെയ്തു, എക്സ്പെൻസ് എറൈസ് ചെയ്തു, പക്ഷെ കൊടുത്തിട്ടില്ല ബിസിനസ്. സാലറി ഫോർ എക്സാമ്പിൾ, റെൻറ്റ്, വേജസ് എന്നൊക്കെ പറയുന്നത് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആണ്, ബിസിനസ് കൊടുക്കാനുള്ളതാണ് ഓരോ വർഷവും. പക്ഷേ ബിസിനസ് അത് കൊടുത്തിട്ടില്ലെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. അതപ്പോൾ ഒരു ലയബിലിറ്റി നേച്ചറാണ്. ബിസിനസ് കൊടുക്കണം പക്ഷെ കൊടുത്തില്ല, അത് ലയബിലിറ്റി നേച്ചർ ആയതുകൊണ്ട് അത് ക്രെഡിറ്റ് ആണ്. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ബിസിനസ് കൊടുക്കേണ്ടതാണ് പക്ഷെ കൊടുത്തില്ല, അതുകൊണ്ട് അതൊരു ലയബിലിറ്റി നേച്ചറാണ്, അതുകൊണ്ട് അത് ക്രെഡിറ്റ് ആണ്. അത്രയും ഇപ്പോൾ മനസ്സിലാക്കി വെക്കുക. ബാക്കി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാം. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറയാം. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകത്തിന് വേറൊരു പേരാണ് എക്രൂഡ് ഇൻകം എന്ന് പറയുക. സോ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറയുന്നത് ഇൻകം എറൈസ് ചെയ്തു പക്ഷെ കിട്ടിയിട്ടില്ല. ഈ വർഷം എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടേണ്ടതായിരുന്നു, ഈ വർഷം കമ്മീഷൻ കിട്ടേണ്ടതായിരുന്നു പക്ഷെ കിട്ടിയില്ല എന്ന് പറയുന്നതാണ് എക്രൂഡ് ഇൻകം എന്ന് പറയുക. സോ കിട്ടേണ്ട ഇൻകം കിട്ടിയില്ല എങ്കിൽ അതൊരു അസറ്റാണ്. അസറ്റ് ആയതുകൊണ്ട് അത് എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, ഇൻകം ആയതുകൊണ്ട് ക്രെഡിറ്റ് എന്ന് വിചാരിക്കരുത്. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറയുന്നത് ഇൻകം കിട്ടേണ്ടതാണ്, കിട്ടിയില്ല, അത് അക്രൂഡ് ഇൻകം ആണ്, അതുകൊണ്ട് തന്നെ അത് അസറ്റ് ആണ്, അതുകൊണ്ട് തന്നെ അത് ഡെബിറ്റ് ബാലൻസുമാണ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ദെൻ മൂവിങ് ഓൺ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇതാണ് മറ്റൊരു ഐറ്റം. ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട് 2 ഐറ്റം, എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട് 2 ഐറ്റം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് കിട്ടേണ്ടതല്ലായിരുന്നു, ഈ വർഷം കിട്ടേണ്ടതല്ല, അടുത്ത വർഷം കിട്ടേണ്ടതാണ്, പക്ഷേ ഈ വർഷം കിട്ടി. ഓക്കെ, സോ കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അടുത്ത വർഷത്തെ കമ്മീഷൻ ഈ വർഷം കിട്ടിയെങ്കിൽ അതൊരു ലയബിലിറ്റിയാണ്. കാരണം അത് ഈ വർഷത്തെ അല്ലല്ലോ, അതുകൊണ്ട് അതൊരു ലയബിലിറ്റിയാണ്. എറൈസ് ചെയ്യാത്ത ഇൻകം നമുക്ക് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലയബിലിറ്റി ആയതുകൊണ്ട് അത് ക്രെഡിറ്റ് ആണ്. ഓക്കെ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, കിട്ടേണ്ടാത്ത ഇൻകമാണ്, ഈ വർഷം കിട്ടേണ്ടതല്ല, അതുകൊണ്ട് തന്നെ അത് ലയബിലിറ്റിയാണ്. സോ അത് ക്രെഡിറ്റുമാണ്. സോ ചിന്തിച്ചാൽ വേറൊരു ആസ്പെക്റ്റ് ആണ്, ഫൈനൽ ആസ്പെക്റ്റ് ആണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഓർ അൺഎക്സ്പയർഡ് എക്സ്പെൻസസ്. അൺഎക്സ്പയർഡ് ഓർ പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അത് ഈ വർഷം കൊടുക്കേണ്ടതല്ല. ഇപ്പം അൺഎക്സ്പയർഡ് ആണ്, എക്സ്പയർഡ് ആയിട്ടില്ല. റെൻറ്റ് ഈ വർഷം 12 മാസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി, പക്ഷേ 6 മാസം കഴിയുമ്പോൾ മൊത്തം കൊടുത്തു എന്നിരിക്കട്ടെ, അതിനെയാണ് നമ്മൾ പ്രീപെയ്ഡ് റെൻറ്റ് എന്ന് പറയുക. സാലറി പ്രീപേ ചെയ്തേക്കാം, റെൻറ്റ് പ്രീപേ ചെയ്തേക്കാം, അതെല്ലാം കൊടുക്കേണ്ടാത്തത് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, എക്സ്പെൻസ് എറൈസ് ചെയ്തിട്ടില്ല പക്ഷെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, എക്സ്പെൻസ് എക്സ്പയർ ചെയ്തിട്ടില്ല പക്ഷെ കൊടുത്തു തീർത്തെങ്കിൽ അതിനെ നമ്മൾ
പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് വിളിക്കും. അതൊരു അസറ്റാണ്, അതുകൊണ്ട് തന്നെ ഡെബിറ്റുമാണ്. ഓക്കെ, അപ്പോൾ 4 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. പ്രീപെയ്ഡ് എക്സ്പെൻസ് പഠിച്ചു, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പഠിച്ചു, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പഠിച്ചു, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം പഠിച്ചു. 4 കാര്യങ്ങൾ. സോ എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ട്, ദെൻ എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ട്. 2 കാര്യങ്ങളാണ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും പ്രീപെയ്ഡ് എക്സ്പെൻസും ഉണ്ട് എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട്. ദെൻ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ട്? ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ഉണ്ട്, ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ സ്പെല്ലിംഗ് എപ്പോഴും തെറ്റുന്നുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ഉണ്ട്. പിന്നെ എന്താ മറ്റൊരു കാര്യമുള്ളത്? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ട്. ഓക്കെ, 4 കാര്യങ്ങൾ. സോ 2 എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങളുണ്ട്, ഇൻകവുമായിട്ട് ബന്ധപ്പെട്ടും 2 കാര്യമുണ്ട്. എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, കൊടുത്തു തീർക്കാനുള്ള എക്സ്പെൻസ് കൊടുത്തു തീർത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ലയബിലിറ്റി ആണ്, ക്രെഡിറ്റ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം കൊടുക്കേണ്ടതായിരുന്നില്ല ആ എക്സ്പെൻസ്, പക്ഷെ നേരത്തെ കൊടുത്തു എന്ന് പറയുമ്പോൾ അത് അസറ്റാണ്, അതുകൊണ്ട് തന്നെ അത് ഡെബിറ്റ് ആണ്. ഓക്കെ, ഇനി ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറയുന്നത് കിട്ടാനുള്ള ഇൻകം കിട്ടിയിട്ടില്ല എന്നാണ്. സോ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറയുന്നത് അതുകൊണ്ട് അസറ്റാണ്, അതുകൊണ്ട് തന്നെ അത് ക്രെഡിറ്റ് ആണ്. ദെൻ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് കിട്ടേണ്ടാത്ത ഇൻകം കിട്ടിയതാണ്, അതുകൊണ്ട് അത് ലയബിലിറ്റി ആണ്, സോ ക്രെഡിറ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം.